അയ്യാ 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 ഭിക്ഷക്കാർക്ക് പൈസ കൊടുക്കില്ല. ഭിക്ഷക്കാർക്ക് പൈസ അല്ലാണ്ട് പിന്നെന്തിട്ട് കൊടുക്കാനാ? പണത്തിന് പകരം ഭക്ഷണം കൊടുക്കാലോ. ഭിക്ഷക്കാർക്ക് ഭക്ഷണം കൊടുക്കാനാ? നടക്കണ കാര്യമൊന്നുള്ളത്. നടക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും എത്തിച്ചേരുന്ന ഭിക്ഷാടന മാഫിയയുടെ കൈകളിലാണ്. പണത്തിന് പകരം ഭക്ഷണം കൊടുത്താ അതോടെ നിൽക്കും ഈ ഭിക്ഷാടന മാഫിയയുടെ കളികൾ. അതെ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ റസ്കോ ബ്രെഡോ പഴമോ പലഹാരമോ അങ്ങനെ എന്തും വേണം. പൈസ തന്നെ കൊടുക്കണമെന്നില്ല. നമ്മുടെ പണം കൊണ്ടാണ് ഈ ഭിക്ഷാടന മാഫിയ സുപ്രീം കോടതി വരെ പോകുന്നത്. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, അത് തന്നെ. അതുകൊണ്ട് ഭിക്ഷക്കാർക്ക് പണം നൽകാറില്ല, ഭക്ഷണമാണ് നൽകാറ്. വീട് വീടാന്തരം കയറിയെടുക്കുന്ന ഈ ഭിക്ഷക്കാര് കാരണമാണ് കളവും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലും നടക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന പണമാണ് ഇവിടുത്തെ ഭിക്ഷാടന മാഫിയെ നിലനിർത്തുന്നത്. വരുമാനം നിലച്ചാൽ ഭിക്ഷാടന മാഫിയം ഇല്ലാതാകും. വീടുകൾ കയറിയിറങ്ങുന്ന ഭിക്ഷക്കാരെ നമ്മൾ തന്നെ തടയുക. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം താങ്കൾ സഹകരിക്കണം പ്ലീസ്. ഇനി മുതൽ ഭിക്ഷക്കാർക്ക് പണം കൊടുക്കില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കൂ. ആ പുള്ളിയൊന്നും മിണ്ടാതെ പോയല്ലോ. ആലോചിച്ച് നോക്കിയപ്പോ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഭിക്ഷക്കാർക്ക് ഇന്നു മുതൽ ഭക്ഷണം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. വീട് വീടാന്തരം ഭിക്ഷയാചിക്കുന്നത് നമ്മൾ തടയണം. എന്നിട്ട് നമ്മുടെ കണ്ണുവെട്ടിച്ച് അവർ വീടുകളിൽ കയറുകയാണെങ്കിൽ ഭിക്ഷക്കാർക്ക് ഒരു രൂപ പോലും കൊടുത്തു പോരുത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി. ബോധവൽക്കരണം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നായിരിക്കണം, നമ്മുടെ വീട്ടമ്മമാരിൽ നിന്നായിരിക്കണം. ഭിക്ഷക്കാർക്ക് ഒരു രൂപ പോലും കൊടുക്കില്ലെന്ന് നമ്മുടെ വീട്ടമ്മമാരെ കൊണ്ട് നമ്മൾ ദൃഢപ്രതിജ്ഞ ചെയ്യിക്കണം.